ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നറിയപ്പെടുന്ന ക്വാഡ് എന്ന് പറയുന്ന സെക്യൂരിറ്റി അലയൻസ് ഉൾപ്പെടുന്ന രാജ്യങ്ങൾ US, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ. ഈ സമ്മേളനത്തിന്റെ ഈ വർഷത്തെ സമ്മേളനം 2025 അവസാനം നടക്കേണ്ടതായിരുന്നു. ഇന്ത്യയിൽ വെച്ചായിരുന്നു നടക്കേണ്ടിരുന്നത്. പക്ഷെ US ഇന്ത്യ ട്രേഡ് വാർ മൂലം ഈ ഒരു സമ്മേളനത്തിനകത്ത് US പിന്മാറാം, അല്ലെങ്കിൽ US-ലെയും ഇന്ത്യ ക്ഷണിക്കണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സെക്യൂരിറ്റി അലയൻസ് 2017 2004 തുടങ്ങിയതാണെങ്കിൽ 2017 ഇതിന്റെ ഒരു ആക്റ്റീവായി തുടങ്ങിയിരുന്നത്. പക്ഷെ വീണ്ടും അത് ഗവൺമെന്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. US പിന്മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അലയൻസ് അധികം കാലം മുമ്പോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും ഈ ഒരു അലയൻസിന്റെ പ്രത്യേകത ഇന്തോ പസഫിക് റീജിയനിലെ സാമ്പത്തിക, രാഷ്ട്രീയ, അതുപോലെ ട്രേഡ്, മിലിറ്ററി കോർപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു അലയൻസ് ആണ്. ഔദ്യോഗികമായിട്ടുള്ള സഹായം ഉണ്ടാവില്ല. മിലിറ്ററി മോക്ക് ഡ്രിൽസ്, ജോയിന്റ് ഓപ്പറേഷൻ, ജോയിന്റ് ഡ്രിൽസ് ഒക്കെ നടത്തുക ഒക്കെ നമുക്ക് ഉള്ളൂ ഈ ഒരു അലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ സാധ്യതയില്ലെങ്കിൽ ഈ ഒരു അലയൻസിന്റെ ഭാവി അനിശ്ചിതത്തിലേക്ക് നീങ്ങുകയാണ്.